ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പ്രേക്ഷകർക്ക് അറിയേണ്ട സിനിമകളുടെ ഇതുൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രി കുലുക്കിയ സിനിമയാണല്ലോ ചാവ. സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 752 കോടി പിന്നിട്ടിരിക്കുകയാണ് സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ. അതിൽ 100 കോടി ഇന്നലെ വരെ സിനിമ ഓവർസീസിൽ നിന്ന് മാത്രം നേടിയെടുത്തിരിക്കുകയാണ്. 800 കോടിയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ സിനിമ എത്തുമെന്ന് ഉറപ്പിക്കാം. രണ്ടാമത്തേത് ഡ്രാഗൺ എന്ന തമിഴിലെ ഈ വർഷത്തിലെ ആദ്യത്തെ വലിയ വിജയം നേടിയെടുത്ത സിനിമയുടെ കളക്ഷനാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 145 കോടിയിലേക്ക് അടുക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ പ്രതീക്ഷിച്ച പോലെ 150 കോടി സിനിമ ഫൈനൽ കളക്ഷൻ നേടിയെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമകളിൽ അജിത്തിന്റെ വിടാമുയർച്ചയെ പിന്തള്ളിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിലവിൽ ഡ്രാഗൺ ഉണ്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ചാക്കോച്ചന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത സിനിമയ്ക്ക് ഇപ്പോഴും കേരളത്തിൽ മികച്ച ഹോൾഡ് ഉണ്ട് എന്ന് ഇന്നത്തെ കേരള ട്രാക്കിംഗ് നോക്കുമ്പോൾ പോലും വ്യക്തമാകുന്നു. ഇന്നലെ ഇതേ സമയം 14 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 15 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നും സിനിമയ്ക്ക് 30 ലക്ഷം അതല്ലെങ്കിൽ അതിന് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 28 കോടി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ 5-ാം പാതിരയുടെ ഫൈനൽ കേരള കളക്ഷനും സിനിമ മറികടക്കും. 50 കോടി കളക്ഷൻ കഴിഞ്ഞ ദിവസം പിന്നിട്ട സിനിമ 51 കോടിയിലേക്ക് കളക്ഷൻ എടുക്കാനായിട്ട് ഒരുങ്ങുന്നു. അവസാനത്തേത് സലാർ എന്ന സിനിമയുടെ പ്രൈസൽ കളക്ഷനാണ്. 2023 ഡിസംബറിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അടുത്തയാഴ്ച മാർച്ച് 21-ാം തീയതി വീണ്ടും റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. പ്രഭാസും പൃഥ്വിരാജും പ്രധാന റോളുകളിലെത്തിയ സലാർ പാർട്ട് 1 വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ബുക്കിംഗ് ആരംഭിക്കപ്പെട്ട സിനിമയ്ക്ക് ആദ്യ മണിക്കൂറുകളിൽ തന്നെ മികച്ചൊരു ട്രെൻഡിംഗ് ബുക്ക് മൈ ഷോയിൽ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 30 ലക്ഷത്തിനടുത്തേക്ക് സിനിമയുടെ പ്രീ സെൽ കളക്ഷൻ തെലുഗു സംസ്ഥാനങ്ങളിൽ മാത്രം എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ സലാറിന്റെ റിലീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്ക്.